എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏറെ സ്വാദിഷ്ടവും ഏറെ പോഷകപ്രദവുമായ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മളിവിടെ 2-3 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കപ്പ് തേങ്ങ ചിരകിയത്. നമ്മളിവിടെ പൊടി എടുത്തിരിക്കുന്നത് അമൃതം പൊടിയാണ്. ശർക്കര പാനിയും നമ്മൾ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയതും ശർക്കര പാനിയും ചേർത്ത് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു 2-3 ചെറുപഴം ചെറിയ പീസായി അരിഞ്ഞതും കൂടി ചേർക്കാം. 1 കപ്പ് അമൃതം പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അമൃതം പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അമൃതം പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് മധുരമേ ചേർത്തിട്ടുള്ളൂ. പൊടിക്ക് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി ലേശം വെള്ളം കൂടി ചേർത്തു. സ്വല്പം ഉപ്പും ചേർത്ത് ഏലയ്ക്ക, ചെറിയ ജീരകം ഇപ്പോൾ പൊടിച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നെയ്യ് തൂത്തെടുത്ത ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് ആവി വരുന്ന സ്റ്റീമറിൽ വെച്ച് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വിവിധതരം ധാന്യങ്ങൾ ചേർന്ന നമ്മുടെ അമൃതം പൊടി ഏറെ പോഷകപ്രദവുമാണ്. കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടപ്പെടും. ഈ പൊടി വീട്ടിലുള്ളവരൊക്കെ കുറുക്കും പുട്ടും അതേപോലെയൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇതേപോലെ കിണ്ണത്തപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് ഈ അമൃതം പൊടി വീട്ടിലില്ലാത്തവർക്ക് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒക്കെ വെച്ച് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മധുരപലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതേ രീതിയിലൊന്ന് കിണ്ണത്തപ്പം ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഈ ചാനൽ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.